നമസ്കാരം. EVM അട്ടിമറിയെ നേരിടാൻ 1000 അഭിഭാഷകർ, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് പരാതികൾ. ഇന്ത്യ ബ്ലോക്ക് സപ്പോർട്ടേഴ്സ് ഫോറത്തിന്റെ തീരുമാനമാണ്. ഒരു പുതിയ സംഘടന അത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമാണ് ഇത്തരത്തിലൊരു സംഘടനയ്ക്ക് രൂപം നൽകിയത്. ഡൽഹി ആസ്ഥാനമായാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. രാജ്യത്തും, അതായത് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഈ സംഘടനയുടെ പ്രവർത്തനം എത്തിക്കുന്നതിന് വേണ്ടി 5000-ഓളം വരുന്ന കോർഡിനേറ്റർമാരെയാണ് ഈ സംഘടന നിശ്ചയിച്ചിരിക്കുന്നത്. 1000-ഓളം വരുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ ഈ സംഘടന ഏറ്റെടുത്തിരിക്കുന്നത്. 2019 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP അധികാരത്തിലെത്തിയത് EVM അട്ടിമറിയിലൂടെയാണ് എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ 2024 സമാനമായിട്ടുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളും BJPക്കെതിരെ ഉയർന്നു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സംഘടന വലിയ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് 1000-ഓളം വരുന്ന അഭിഭാഷകരെ രാജ്യത്തുടനീളം അത്തരത്തിലുള്ള അഭിഭാഷകരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു ലീഗൽ ടീമിന് സംഘടന നേതൃത്വം നൽകിയിരിക്കുകയാണ്. രാജ്യത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലുമായി ലക്ഷക്കണക്കിന് വരുന്ന പരാതികൾ EVMുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരത്തിലുള്ള പരാതികൾ കൊടുത്ത് BJPയെ നിലക്കു നിർത്താനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ ദിവസം EVMുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഇവിടെ പുറത്തു വന്നിരുന്നു. വലിയ പരാതികൾ ഉയർന്നു വന്നിരുന്നു. സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ എത്തിച്ച EVMുമായി ബന്ധപ്പെട്ട് മോക്ക് പോൾ നടത്തിയപ്പോഴാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. പിന്നീട് പ്രശാന്ത് ഭൂഷൺ ഈ വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു. രാജ്യം ഇപ്പോഴും കടുത്ത ആശങ്കയിലാണ്. EVM ഉപയോഗിച്ച് BJP വീണ്ടും ഒരു അട്ടിമറിക്ക് ശ്രമം നടത്തുമോ? അത്തരത്തിലൊരു ശ്രമം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? അതായത് അത്തരത്തിലൊരു ശ്രമം നടത്തിയാൽ മാത്രമേ BJPക്ക് അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഭൂരിഭാഗം വരുന്ന ആളുകളും വിശ്വസിക്കുന്നത്. ഇവിടെ 1ാം ഘട്ടം തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 1ാം ഘട്ടം പൂർത്തിയാക്കിയ സ്ഥലങ്ങളിൽ BJPക്ക് ഒരു സാധ്യതയുമില്ല എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. എന്നാൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികളിലൂടെ BJP അധികാരത്തിൽ വരുമോ, വീണ്ടും സീറ്റുകൾ പിടിക്കുമോ എന്ന ഒരു ആശങ്ക പൊതുജനങ്ങൾക്കുണ്ട്. എന്നാൽ ഈ ആശങ്ക ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് സംഘടന ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ടോ എന്ന്. അത്തരത്തിൽ തിരഞ്ഞെടുപ്പിന് ശേഷം പരാതികളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഉയർന്നു വന്നാൽ രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് പരാതികൾ ഫയൽ ചെയ്യാൻ തന്നെയാണ് സംഘടനയുടെ തീരുമാനം. അതുപോലെ തന്നെ 1000-കണക്കിന് വരുന്ന അഭിഭാഷകരുടെ ഒരു ലീഗൽ ടീം ഇതിനുവേണ്ടി ഇപ്പോൾ അവരുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു ലീഗൽ ടീമിന് ഇവിടെ രൂപം നൽകി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളാണ് ഏറ്റെടുക്കേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും മൗനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരിയെറിയും എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും അതിന്റെ അറ്റം വരെ പോകുന്ന ഒരു രീതി ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കുമില്ല. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ EVMുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BJP വിജയിച്ചത് EVM അട്ടിമറിയിലൂടെയാണ് എന്ന് ആരോപിക്കും. അത് കഴിഞ്ഞാൽ 5 വർഷം മൗനം പാലിക്കും. പ്രത്യേകിച്ച് യാതൊരുവിധ പ്രവർത്തനങ്ങളും നടക്കാറില്ല. എന്നാൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും സജീവമായി ആ വിഷയം നിലനിർത്താൻ തന്നെയാണ് ഇന്ത്യ ബ്ലോക്ക് സപ്പോർട്ടേഴ്സ് ഫോറത്തിന്റെ തീരുമാനം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് അവർ രൂപം നൽകിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംഘടന രൂപീകരിച്ചത്. എന്നാൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രം നടത്തിയാൽ പോരാ. BJP നടത്തുന്ന പലതരത്തിലുള്ള അഴിമതികളുണ്ട്. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലക്കുന്ന ചില നടപടികൾ BJPയുടെ ഭാഗത്തു നിന്നും ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ സ്വന്തം പോരായ്മകൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് നിൽക്കുന്ന നേതാക്കളെയും ജനപ്രതിനിധികളെയും ആക്രമിക്കുന്ന ഒരു രീതി BJPയുടെ ഭാഗത്തു നിന്നും നമുക്കൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ EVMുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ശക്തമായ ആരോപണങ്ങളാണ്.
ഇവിടെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, പൗരനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഈ വിഷയത്തിലുണ്ട്. ജനാധിപത്യ സംവിധാനം, ആ ഒരു സംവിധാനത്തെ BJP അട്ടിമറിക്കുന്നുണ്ടോ? ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഒരു മതേതര രാഷ്ട്രത്തെ BJP കശാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ആശങ്കകളാണ് ഇവിടെ ഭൂരിഭാഗം ആളുകളും പങ്കുവെക്കുന്നത്. എന്നാൽ പൊതുജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ ആശങ്ക ദൂരീകരിക്കാനും അത്തരത്തിലുള്ള എന്തെങ്കിലും അട്ടിമറികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ BJPയെ ശക്തമായി നിയമപരമായി നേരിടാനുമാണ് ഇന്ത്യ ബ്ലോക്ക് സപ്പോർട്ടേഴ്സ് ഫോറം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും ഒരു നല്ല തീരുമാനമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും മൗനം പാലിക്കാറാണ് പതിവ്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലും അതിനുശേഷവും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മാത്രം നടത്തി ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ പൊടി തട്ടി പോകുമ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരുന്നത് ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇവിടെ രാജീവ് ജോസഫ് എന്നു പേരുള്ള ഒരു മലയാളിയാണ്. അദ്ദേഹം കാലങ്ങളായി ഡൽഹിയിലാണ്, എങ്കിൽ കൂടെ മലയാളിയാണ്. അദ്ദേഹമാണ് ഇവിടെ ഇന്ത്യ ബ്ലോക്ക് സപ്പോർട്ടേഴ്സ് ഫോറത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും വളരെ നല്ല വാർത്തയാണ്. BJP അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊന്നും നോക്കാൻ നേരമില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ തീർച്ചയായും മുന്നോട്ട് വരണം. ആശ്വാസകരമായ വാർത്തയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്.